ഹലോ, ഗുഡ് മോർണിംഗ്. നല്ല മഴയുള്ളൊരു രാവിലെയാണ് കേട്ടോ. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ എഴുന്നേറ്റത്. നല്ല മഴയും തണുപ്പും ഒക്കെയുള്ള സമയത്ത് ആരൊക്കെയോ ശപിച്ചുകൊണ്ടാണ് എഴുന്നേറ്റ് തന്നെ വന്നത്. ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എഴുന്നേക്കാൻ. സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ പതുക്കെ ഉണ്ടാക്കിയാൽ മതി. എന്നാലും തലേന്ന് രാത്രി തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് വെക്കും, നാളെ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രിയേ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മക്കൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് പനിയാരാണ്. നമ്മുടെ ദോശമാവ് വെച്ചിട്ടുള്ള പനിയാര കേട്ടോ. അതിന് വേണ്ടിയിട്ട് ദോശമാവൊക്കെ ഞാൻ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നു ഈ പനിയാര എന്നുള്ളത് നമ്മുടെ തമിഴ്നാട്ടിലേക്കൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ കാണുന്നത് അല്ലേ. പിന്നെ എഴുന്നേറ്റ് വന്നാൽ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണ പതിവുണ്ട്. പിന്നെ എന്നും രാവിലെ ഒരു 3 ബദാം കഴിക്കുന്ന ശീലമുണ്ട് കേട്ടോ. ആരോ പറഞ്ഞിട്ടുണ്ട് യുവത്വം നിലനിർത്താനും സൗന്ദര്യ സംരക്ഷണത്തിനൊക്കെ ഈ സംഭവം നല്ലതാണ്. അപ്പോൾ ഞാനിങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പനിയാരം ഉണ്ടാക്കിയെടുക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഉള്ളി എന്നല്ല, നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് മുഴുവൻ, അതായത് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ശേഷം കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ 4 ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടുന്നത് വരെ മാത്രം വഴറ്റിയാൽ മതി, അധികമൊന്നും വേണ്ട. ശേഷം ഈ ഒരു മിക്സ് നമ്മുടെ ദോശമാവിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 മിനിറ്റോളം മതിയാവും ഒരു സൈഡ് നമുക്ക് വെന്ത് കിട്ടാൻ. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പുറത്തെ സൈഡും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് മാറ്റാമല്ലോ. ഇത് നമ്മൾ റവയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ നമ്മുടെ വീട്ടിൽ റവയേക്കാൾ നമ്മുടെ ദോശമാവിൽ ഉണ്ടാക്കുമ്പോഴാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് കൂടുതലും ദോശമാവിലാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഞാൻ അവളോട് പതുക്കെ ചോദിക്കുമായിരുന്നു, അച്ഛൻ ഉണ്ടാക്കിയതാണോ അമ്മ ഉണ്ടാക്കിയതാണോ ടേസ്റ്റ് എന്ന്. അവൾ അപ്പോൾ പറഞ്ഞു അമ്മ ഉണ്ടാക്കിയതാണെന്ന്. അവൾക്കും എന്നെപ്പോലെ തന്നെ സോപ്പിങ്ങിന് നല്ല കഴിവാണ്. ഇനി നമ്മൾ പനിയാരത്തിലോട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടുകൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ ആയപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ്. എസ്പെഷ്യലി മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.